നമസ്കാരം. നമസ്കാരം. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണ് രവി. വെറും രവിയല്ല, കോൺട്രാക്ടർ രവി. മകൻ ഒരാൺകുട്ടി ഉണ്ടല്ലേ? ഉണ്ട്. വളച്ചു കിട്ടില്ലാതെ ഉള്ള കാര്യം പറഞ്ഞേക്കാം. എന്തിനാ അതിനെ കൊണ്ടുപോയി പടുകുഴിച്ചടിക്കുന്നേ? എന്താ കാര്യം? അതായത് നമ്മുടെ പയ്യൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ ഒരുത്തൻ കൂടെ താമസമുണ്ടല്ലോ, ഒരു വാസു. അവൻ ആരാണെന്ന് അറിയാമോ? അത് ആ പെണ്ണിന്റെ അമ്മാവനല്ലേ, സാവിത്രിയുടെ സഹോദരൻ. സഹോദരൻ? ആ, വെളിച്ചം വീണ സഹോദരൻ. വിളക്കടച്ചു കഴിഞ്ഞ പിന്നെ സഹോദരിയുടെ മുറിയിലാ സഹോദരൻ. നിങ്ങൾ ക്ഷമിക്കണേ. ആ, ഇതുപോലെ ഒരുപാട് സഹോദരന്മാർ ഈ നാട്ടിലുണ്ടോ? നിങ്ങൾ പറയുന്നത് സത്യമാണോ? സത്യമാണോന്ന് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വിശദമായി ഒന്ന് തിരക്കി നോക്ക്. സാവിത്രി വാസുവിന്റെ സഹോദരിയാണോന്ന്. അപ്പോ അവർ നമ്മളെ കളിപ്പിക്കാണല്ലോ ചെയ്തത്. കൊലച്ചതിയല്ലയോ ചെയ്തത്? പെണ്ണിന് തന്തയില്ല, ആ അമ്മാവനുണ്ട്. എന്നാലത് അമ്മാവനാണോ? നിങ്ങൾ ക്ഷമിക്കണേ, അല്ല, അമ്മയുടെ കാമുകനാണ്. സത്യമാണോന്ന് നിങ്ങൾ വേറെ ആരോടും ചോദിക്കണ്ട, ആ പെണ്ണിനോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അച്ഛൻ രജനിയെ കുറ്റപ്പെടുത്തരുത്. ആരെങ്കിലും പറയുന്നത് അപ്പടി അങ്ങ് വിശ്വസിക്കാൻ ഞാൻ വെറും വിട്ടിയൊന്നുമല്ല. മാത്രമല്ല, അന്വേഷണത്തിൽ ആ കുട്ടിയുടെ അമ്മയെയും വാസുവിനെയും കുറിച്ച് ആളുകൾ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അവരെ പരിചയപ്പെട്ടിടത്തോളം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ശരിയാണ്. പക്ഷേ വാസു ആ സ്ത്രീയുടെ സ്വന്തം സഹോദരനാണെന്നല്ലേ നമ്മളെ ധരിപ്പിച്ചത്? അതിനെപ്പറ്റി നീ എന്ത് പറയുന്നു? അവർ തമ്മിൽ ചീത്ത ബന്ധമുണ്ടെങ്കിൽ തന്നെ ആ പാവം പെൺകുട്ടി എന്ത് വിളിച്ചു? അവിടെയാണ് പ്രധാന പ്രശ്നം. വഴിപിഴച്ച രക്ഷിതാക്കളുടെ കീഴിൽ വളരുന്ന ഒരു പെൺകുട്ടിയുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് നമ്മൾ 10 വട്ടം ആലോചിക്കണം. രജനിയെക്കുറിച്ച് എനിക്ക് നല്ലതേ തോന്നിയിട്ടുള്ളൂ. നിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പെൺകുട്ടിയെക്കുറിച്ച് ഇത്രയുമൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഈ ബന്ധത്തിന് സമ്മതം മൂളാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. എനിക്കറിയാം നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന്. എന്താ മോളെ? ഇനി ഒന്നും ഉണ്ടാവാനില്ല. എന്താ? എന്ത് പറ്റി? സുഖേട്ടൻ എന്നെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ തന്നെ പറയണോ? നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അമ്മയ്ക്കും അമ്മാവനും മാത്രം ഒന്നും മനസ്സിലാവില്ല, ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലാവുന്നു. അതാണല്ലോ കുഴപ്പം. നമ്മുടെ പഴയ വീടിനടുത്ത് താമസിച്ചിരുന്ന ഒരു കോൺട്രാക്ടർ രവിയെ അമ്മയ്ക്കറിയാമോ? നമുക്കൊന്ന് കൂടണമല്ലോ. അയാൾ സുഖേട്ടന്റെ വീട്ടിൽ ചെന്ന് എല്ലാം പറഞ്ഞു. എല്ലാം എന്ന് പറഞ്ഞാൽ അമ്മാവൻ എന്റെ സ്വന്തം അമ്മാവനല്ലെന്ന്. അമ്മയുടെ എനിക്കത് പറയാൻ ലജ്ജയാവുന്നമ്മേ. എനിക്ക് എന്റെ അമ്മയെ വിശ്വാസമാണ്. പക്ഷേ നാട്ടുകാരെ ഞാനിത് എങ്ങനെ ബോധ്യപ്പെടുത്തും? എന്താ മോളെ, എന്തിനാ കരയുന്നത്? കരയിപ്പിക്കാൻ ഒരാളുള്ളതുകൊണ്ട്. അമ്മാവൻ എങ്ങനെ നിങ്ങൾ എന്റെ അമ്മാവനായത്? നീ ആരോടാ ചോദിച്ചത്? ഈ നിൽക്കുന്നത് ആരാണെന്ന് എനിക്കറിയാമോ? നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയും കാലം നിന്നെ തീറ്റിപ്പോറ്റി വളർത്തിയത് ആരാണെന്ന് എനിക്കറിയാമോ? അതിന്റെ ശിക്ഷയാണല്ലോ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ എന്തിനാ ഒരു അന്യപുരുഷന്റെ സൗജന്യം സ്വീകരിക്കാൻ പോയത്? ഏതെങ്കിലും വീട്ടിൽ വേലയ്ക്ക് നിന്നിട്ട് അമ്മയ്ക്ക് എന്നെ പോറ്റാമായിരുന്നില്ലേ? ഇല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചെന്നെ കൊല്ലാമായിരുന്നില്ലേ? അമ്മയോട് എങ്ങനെയൊന്നും പറയരുത് മോളെ. സുഖവിന് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ തന്നെ അവരുടെ വീട്ടിൽ പോയി എല്ലാം സംസാരിച്ച് ശരിയാക്കണം. വേണ്ട, അങ്ങോട്ട് ഇനി ആരും പോണമെന്നില്ല. നിങ്ങൾ എന്റെ ആരാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് നേരെ ചെല്ലും. ഇത്രയും കാലം ഇത് നിന്റെ ആരായിരുന്നടി? അമ്മയുടെ ആരാ? അത് ആദ്യം പറ. സുഖുവേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അമ്മയ്ക്കറിയാമോ? ഇന്നലെ കണ്ടുമുട്ടിയ ഒരുത്തൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ നല്ല
നന്ദികേടല്ലമ്മേ. ഓരോരുത്തർക്കും വലുത് അവരവരുടെ ജീവിതമാണ്. സുഖമായിട്ട് നിന്ന് എന്നോട് ചോദിച്ചതിന്റെ ഉത്തരം അമ്മ പറയണം. ഇത് നമ്മുടെ ആരാണ്? എടീ, ഇത്രയും കാലമായിട്ടും നിനക്കത് മനസ്സിലായില്ല അല്ലടി? എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാത്ത എന്റെ സഹോദരൻ എനിക്കിത് വിവാഹം കഴിക്കാൻ സാധ്യമല്ല. നമ്മുടെ വിവാഹം ഒരിക്കലും നടക്കില്ല. മോള് വിഷമിക്കണ്ട, എല്ലാ കാര്യത്തിനും പരിഹാരം കണ്ടെത്താം. മോക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ട് തന്നെ മുത്തശ്ശൻ മോളുടെ കഴുത്തിൽ താലി കെട്ടിക്കും. എന്റെ കടമകളെല്ലാം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ, മോളുടെ വിവാഹം. അത് ഈ സാഹചര്യത്തിൽ അവളുടെ മുത്തച്ഛന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം തന്നെ നടത്തി കൊടുക്കുന്നതാണ് നല്ലത്. മുത്തച്ഛൻ, അവൾക്ക് എന്നാ ഒരു മുത്തച്ഛൻ ഉണ്ടായത്? എന്നും ഉണ്ടായിരുന്നു. നമ്മളും മുത്തച്ഛനും അത് അംഗീകരിച്ചു കൊടുക്കാൻ വൈകിയതേ ഉള്ളൂ. നിങ്ങളും ഇനി മോളുടെ കൂടെ അവിടെ പോയി താമസിക്കണം. അപ്പോ വാസുവേട്ടൻ? ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നില്ലേ, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ കഴിഞ്ഞോളാം. വാസുവേട്ടനെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല. ഇല്ല, ഞാൻ എവിടെയും പോവില്ല. കാര്യം കാണാൻ ഉപയോഗിക്കുന്ന മാർഗത്തിന്റെ ശരിയും തെറ്റും ഞാൻ മുമ്പ് ആലോചിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കഴിഞ്ഞതൊക്കെ മറക്കണം. അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ ഈ ചെയ്തിട്ടുള്ളത്. എന്റെ അമ്മ വേണ്ടാത്ത മുത്തച്ഛനെ എനിക്കും വേണ്ട. മോളെ, അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. നീ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. തെറ്റ് ചെയ്യാൻ നിനക്ക് സാധിക്കില്ല. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാൻ ഇടയാകരുതെന്ന് വിചാരിച്ചതാണ്. തമ്പിയകുന്ന് പണക്കാരനാണ്, പക്ഷേ എല്ലാറ്റിലും വിലപിടിപ്പുള്ള ഒരു സ്വത്താണ് നിങ്ങളുടെ മകൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. ഇത്രയും കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാനത് കാത്തു സൂക്ഷിച്ചു. ഞാൻ തളർന്നു. ഇനി എനിക്കൊന്നിനും വയ്യ. സ്വന്തം മനസ്സിനേക്കാൾ നന്നായിട്ട് എന്നെ അറിയാവുന്ന ആളാണ് ഖാദർക്ക. അദ്ദേഹത്തെ സാക്ഷി നിർത്തി സാവിത്രിയും രജനി മോളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. രജനിയെ സംരക്ഷിക്കാൻ ഇനിയൊരു മുത്തച്ഛന്റെ ആവശ്യമില്ല. പറ്റിപ്പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. എല്ലാം നല്ലതിലേ അവസാനിക്കൂ എന്നെനിക്കറിയാമായിരുന്നു. ഇത്രയും കാലം ജീവിച്ചതിന് ഒരർത്ഥമുണ്ടെന്ന് തോന്നിയത് ഇന്നാണ്. എനിക്ക് തൃപ്തിയായി.
അവൻ പോട്ടെ മോളെ. വാസു എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടായാലും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല, ഇന്നു മുതൽ സാവിത്രിയും രജനിയും മാത്രമല്ല, വാസുവും ഈ വീട്ടിലൊരു അംഗമാണ്. ഇല്ല, എന്റെ ജോലി കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊക്കെ ഒരു അധികപ്പറ്റായി എനിക്ക് ജീവിക്കണമെന്നില്ല. പോയേ പറ്റൂ. വാസുട്ടാ, വാസുട്ടിന്റെ തീരുമാനത്തിനെതിരെ പറയാൻ എനിക്ക് അവകാശമില്ല. പക്ഷേ ഓനെ തടയണ്ട മോളെ. ഒക്കെ തീരുമാനിച്ച നിലയ്ക്ക് ആർക്കും ഓന്റെ മനസ്സ് മാറ്റാൻ പറ്റൂല. അമ്മാവൻ എവിടെ പോണ്ട, അമ്മാവൻ എങ്ങും പോകാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ മോളെ നീ വിഷമിക്കാണ്ടി. ഓനേടെയും പോവില്ല. നമ്മളാണ് പറയണത്. ഇതൊന്നും നമ്മുടെ കളിയല്ല, പടച്ചോന്റെ ഹൃദയത്താണ്.